ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ഈ ചെറിയൊരു നുണ പറഞ്ഞാൽ ഒരു കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നമില്ലേ. നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോൾ ഒരു നുണ കൊണ്ട് അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുണ്ട്. അത് അവിടാണ് നമ്മൾ പരിമൽ തെരുവിൽ നമ്മൾ വ്യത്യാസം. തിരുമേനിക്ക് 1-2 ഒക്കേഷനിൽ കോടതിയിൽ അദ്ദേഹത്തിന് സാക്ഷി പറയേണ്ടതായിട്ട് വന്ന സാഹചര്യമുണ്ടായി. വിഷയം വളരെ സിമ്പിളാണ്. 1-2 ഇടങ്ങളിൽ, ഒന്ന് തെക്കൻ ഭദ്രാസനത്തിൽ തന്നെയാണ്, തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അതിർത്തിയിൽ തന്നെയാണ് ഒരു കുരിശുംതൊട്ടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കുരിശുംതൊട്ടി സ്ഥാപിക്കാനായി അയൽവാസികളായ അക്രൈസ്തവർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, മറ്റ് സഹോദരങ്ങൾക്ക് അതിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ വീടിനോടടുത്ത് അങ്ങനെ ഒരു കുരിശുപള്ളി വരണ്ട എന്നുള്ളത്. എന്നാൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള പള്ളിക്കാർ കാര്യങ്ങളെല്ലാം തിരുമേനി പോയി കല്ലിടുകയും ചെയ്തു. അപ്പം അത് കേസായി അവസാനം തിരുമേനിയെ കോടതിയിൽ വിസ്തരിക്കാനായിട്ട് തിരുമേനി ഹാജരായി. അപ്പം നമ്മളുടെ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും അഡ്വക്കേറ്റ് ഉണ്ടാവില്ല. തിരുമേനി പ്രതിയായിട്ട് കോടതിയിൽ പോയി തിരുമേനി പറയണം, സാക്ഷി പറയണം. കാരണം അദ്ദേഹമാണ് അവിടെ കുരിശുപള്ളിക്ക് കല്ലിട്ടത്. അപ്പം വക്കീൽ തിരുമേനിയോട് പറഞ്ഞു കൊടുത്തു, തിരുമേനി അവിടെ പോകുമ്പം ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ, ഞാൻ അവിടെ കുരിശുപള്ളിക്ക് കല്ലിട്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഈ കേസിൽ നിന്നും നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് തിരുമേനിയെ അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തിരുമേനി അങ്ങനെ കോടതിയിൽ പോയി ജഡ്ജിൻ്റെ മുമ്പിൽ ചോദ്യം ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ കല്ലിട്ടതാണ് എന്ന് തന്നെ പറയുകയുണ്ടായി. അത് സഭയിൽപ്പെട്ടവർക്ക് വലിയ വിഷമമായി. കല്ലിട്ടു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് കുറ്റമാണ് ചെയ്തത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിന്, നീതിക്ക് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്ന തിരുമേനിയുടെ രീതിയാണത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 2 കേസുകൾ അങ്ങനെ തിരുമേനി ഈ പള്ളിയും കുരിശുപള്ളിയും ഒക്കെ ബന്ധപ്പെട്ട് കോടതിയിൽ കയറേണ്ടതായിട്ട് അന്നേരമെല്ലാം അഡ്വക്കേറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറയാവൂ, പക്ഷേ സത്യം മാത്രമേ പറയൂ എന്നുള്ളത് തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ്. ഈ തിരുവാങ്കുളം കവലയിലെ കുരിശുപള്ളി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അത് അന്യായമായി കയ്യേറി സ്ഥാപിച്ചതാണ് സഭാംഗങ്ങൾ. അത് കേസായി. ആ സ്ഥലത്തിൻ്റെ ഉടമകൾ കോടതിയിൽ പോയി. സാക്ഷി പരിമല തിരുമേനിയാണ്. പരിമല തിരുമേനി ഒരു ചെറിയ കള്ളം പറഞ്ഞെങ്കിൽ ആ കേസ് സഭാ അംഗങ്ങൾക്ക് അനുകൂലമായി വിധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം കള്ളസാക്ഷി പറഞ്ഞില്ല, അദ്ദേഹം സത്യം പറഞ്ഞു, സഭാംഗങ്ങളെ ശിക്ഷിച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഈ സ്ഥലത്തിൻ്റെ ഉടമകളായ അവർ ഹൈന്ദവരാണ്. അവർ ഈ തിരുമേനിയുടെ ജീവിത ദൈർബല്യവും സത്യസന്ധതയും കണ്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട, ഇതാ പള്ളിക്ക് ഞങ്ങൾ കൊടുക്കുന്നു, കേസും വേണ്ട, അവരെ ശിക്ഷിക്കുകയേ വരുന്നത്. അങ്ങനെ ആ സ്ഥലവും കുരിശുപള്ളിയും അവിടെ കിട്ടി. ആ കുരിശ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പറയണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുരിശുംതൊട്ടി കിട്ടാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പള്ളി കിട്ടാമെന്ന് വെച്ചാൽ 1 അല്ല 2 നുണയൊക്കെ പറയാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ഈ ചെറിയൊരു നുണ പറഞ്ഞാൽ ഒരു കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നമില്ലേ. നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോൾ ഒരു നുണ കൊണ്ട് അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുള്ളത്. അത് അവിടാണ് നമ്മൾ പരിമൽ തെരുവിൽ നമ്മുടെ വ്യത്യാസം. ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ഈ ചെറിയൊരു നുണ പറഞ്ഞാൽ ഒരു കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നമില്ലേ. നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോൾ ഒരു നുണ കൊണ്ട് അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുള്ളത്. അത് അവിടാണ് നമ്മൾ പരിമൽ തെരുവിൽ നമ്മുടെ വ്യത്യാസം. അപ്പൊ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എന്താ മനസ്സിലായി? ഒരു കള്ളം പറഞ്ഞാൽ ഒരു കുരിശുപള്ളി കിട്ടുമെങ്കിൽ MOCക്കാർ
അതിനും മടിക്കില്ല എന്നല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കിയേ? അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കിയതൊക്കെ? ഓക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ കാതോലിക്ക ബാവ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകണമെങ്കിൽ ആ ഭാഗത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കരിങ്ങാച്ചിറ പള്ളിക്കാരെ പുറമ്പോക്കിലെ ഒരു കുരിശുപള്ളി സർക്കാരിൻ്റെ സ്ഥലം കയ്യേറി വെച്ചു. അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മതങ്ങളിലെ സഹോദരങ്ങൾ അതിനെതിരായി പരാതിയും ഒക്കെയായി. അപ്പോൾ തിരുമേനിക്ക് ഇത് എന്താണെന്ന് അറിയാൻ മേല അച്ഛന്മാർ പറഞ്ഞു ധൂപം വെച്ചോളാൻ പറഞ്ഞു. ധൂപം വെച്ചു. അവസാനം അത് കേസായി. കേസായപ്പോൾ തിരുമേനി ചോദിച്ചു ഇത് പുറമ്പോക്കിലാണോ? ആണെന്ന് അച്ഛന്മാർ പറഞ്ഞു. അപ്പോൾ വക്കീൽ വന്ന് പറഞ്ഞു തിരുമേനി അത് സമ്മതിക്കല്ലേ, ഞാൻ ധൂപം വെച്ചു എന്ന് പറയല്ലേ. അപ്പോൾ തിരുമേനി പറഞ്ഞു ധൂപം വെച്ചു എങ്കിൽ വെച്ചു, അത് ഞാൻ പറയും. അങ്ങനെ കോടതിയിൽ പറഞ്ഞു ഞാനത് ധൂപം വെച്ചു പോയി. ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ഒരു ചെറിയൊരു നുണ പറഞ്ഞാൽ ഒരു കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നമുക്ക് യാതൊരു പ്രശ്നമില്ലേ. നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോൾ ഒരു നുണ കൊണ്ടത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുണ്ട്. അത് അവിടാണ് നമ്മൾ പരിമൽ തിരുമേനി നമ്മുടെ വ്യത്യാസം. കാതോലിക്ക ബാവ പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ. അതായത് കരിങ്ങാച്ചിറ പള്ളിയിലെ വക്കീൽ ചെയ്യാൻ ശ്രമിച്ചതുപോലെ നമ്മളൊക്കെ ചെയ്യും, അതിന് ശ്രമിക്കും, അതിന് സാധ്യതയുണ്ട്. എന്നാൽ പരിമല തിരുമേനി അങ്ങനെ ചെയ്യില്ലെന്നും അങ്ങനെ കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും വളരെ വ്യക്തമായിട്ട് കാതോലിക്ക ബാവ പറയുന്നു. എന്നാൽ തോമസ് മുരിക്കൻ എന്ത് ചെയ്തു? ആ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കള്ളം പറഞ്ഞ് പള്ളിയും കുരിശടിയും പിടിച്ചെടുക്കുന്ന ഒരു സഭയാണെന്ന് വരുത്തി തീർക്കാനും സ്ഥാപിക്കാനുമായിട്ട് ആ ക്ലിപ്പ് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് 916 വക്രത. ഇത് ഒരു യാക്കോബക്കാരൻ്റെ ക്ലീശേ 916 വക്രത. ഇപ്പോഴൊക്കെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പറയണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുരിശും തൊട്ടി കിട്ടാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പള്ളി കിട്ടാമെന്ന് വെച്ചാൽ ഒന്നല്ല രണ്ട് നുണയൊക്കെ പറയാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നു.